കനത്ത ചൂടിലാട്ടോ മാവ് പൂക്കുക. അതായത് മണ്ണിലും അവിടെ സ്ട്രെസ് ഉണ്ടായിരിക്കണം, അന്തരീക്ഷത്തിലും സ്ട്രെസ് ഉണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന മാമ്പൂക്കൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? മാമ്പൂ കരിച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ടിപ്സ് ഉണ്ട്. മാവ് പൂക്കുന്നവരെ മാത്രമേ സ്ട്രെസ് ആവശ്യമുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് നനച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ നനക്കുന്നതാണ് നല്ലത്. തടം നിറയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണിൽ തീരെ ജൈവാംശം ഇല്ലെങ്കിൽ ഒരു 60 കിലോഗ്രാം ചാണകപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. പകലിൽ കൂടിയ ചൂടും രാത്രിയിൽ തണുപ്പും കാരണം രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ തടത്തിൽ നനക്കുന്ന വെള്ളത്തിൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം എന്നുള്ള രീതിയിൽ സൂഡോമോണാസ് കലക്കി തടം നന്നായി ഡ്രെയിൻ ചെയ്ത് കൊടുക്കുക. വലിയ വലിപ്പമൊന്നുമില്ലാത്ത മാവിലാണെങ്കിൽ മാവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ വരുമ്പോഴത്തേക്കും പൂക്കളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ കരിച്ചിൽ കുറക്കാനും പറ്റും. ഇനിയും വൈകിട്ടില്ല കേട്ടോ, ഇപ്പോഴാണെങ്കിലും ചെയ്യാം.